ഇന്നലെ അനൗൺസ് ചെയ്ത അല്ലു അർജുൻ ലോകേഷ് കനകരാജ് പ്രോജക്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ലോകേഷിൻ്റെ കഴിഞ്ഞ 2 സിനിമകളെപ്പറ്റി നമുക്ക് പല അഭിപ്രായമാണെങ്കിലും അവ ഒരിക്കലും ഒരു മോശം സിനിമയായിരുന്നില്ല. ലിയോ, മാസ്റ്റർ, കൂലിയുടെ സമയത്ത് പുള്ളിക്ക് പല പ്രഷർ കാരണം സ്ക്രിപ്റ്റിൽ ഒരുപാട് കോംപ്രമൈസ് വരുത്തേണ്ടി വന്നു. എന്നിരുന്നാലും ചിത്രത്തിൻ്റെ മേക്കിങ്ങിലും ക്വാളിറ്റിയിലൊന്നും അത് ബാധിച്ചില്ല. സോ ഇന്നേ വരെ ഒരു മോശം സിനിമ ചെയ്യാത്ത ലോകേഷിൻ്റെ കയ്യിൽ അല്ലു അർജുൻ്റെ പ്രോജക്റ്റ് ഭദ്രമാണ്. അടുത്തത് അനിരുദ്ധാണ്. ഈ മനുഷ്യനെ പറ്റി എന്താണ് പറയേണ്ടത്? എത്ര കാലമായി ഒരു അല്ലു അർജുൻ അനിരുദ്ധ് കോംബോയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. അതിന് അവസാനം ഫലമുണ്ടായത് ഈ പ്രോജക്റ്റിലാണ്. ഇതിനുവേണ്ടി അനി ഓൾറെഡി കമ്പോസ് ചെയ്ത സോങ് വളരെയധികം അഡിക്റ്റീവാണ്. പക്ഷേ എനിക്ക് ഈ പ്രോജക്റ്റിനെക്കുറിച്ച് ചില ആശങ്കകളുണ്ട്. ലോകേഷിൻ്റെ കഴിഞ്ഞ സിനിമയായ കൂലിയിൽ ലോകേഷ് തൻ്റെ ട്രേഡ്മാർക്ക് സംഗതികളൊക്കെ ഇറക്കിയെങ്കിലും അവയൊന്നും വലിയ ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ലോകേഷ് ട്രാക്ക് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്, ലിയോയിലെ തൊലിഞ്ഞ ഫ്ലാഷ് ബാക്ക് കാരണം സെക്കൻഡ് ഹാഫ് മൊത്തം ഡൗണായി. അത് കാരണം സിനിമ വെറും അബോ ആവറേജായി ഒതുങ്ങി. കൂലിയിലാകട്ടെ ആകെ കൊള്ളാവുന്നത് ക്ലൈമാക്സിൽ വരുന്ന 2 മിനിറ്റ് ഫ്ലാഷ് ബാക്ക് രംഗങ്ങളാണ്. ചിത്രത്തിൻ്റെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി പാൻ ഇന്ത്യയിൽ നിന്ന് കുറേ നടന്മാരെയൊക്കെ ഇറക്കുമതി ചെയ്യുമെങ്കിലും അവർക്ക് നല്ല റോൾ ഒന്നും കൊടുക്കാണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി ലോകേഷ് ഒതുക്കിക്കളയും. അല്ലു അർജുൻ്റെ പടത്തിലെങ്കിലും മികച്ച സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിനെ ഒരുക്കാൻ ലോകേഷിനെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓവറോൾ ആസ് എൻ അല്ലു അർജുൻ ഫാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ഈ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട്. ഒരു ഭാഗത്ത് ലോകേഷിന് ഇതൊരു ഡു ഓർ ഡൈ പ്രോജക്റ്റ് ആണെങ്കിൽ മറുഭാഗത്ത് അല്ലു അർജുന് നിലവിൽ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളുള്ള തമിഴ് ഇൻഡസ്ട്രിയെ കീഴടക്കാനുള്ള ഒരു സുവർണാവസരമാണ്.